ചെയ്തത് 100% തെറ്റാ. ഐശ്വര്യക്കേടെ വന്നു കയറുന്നവർക്കല്ല, ഞങ്ങള് കുടുംബക്കാർക്കാ. എനിക്ക് ഇത്തരം റിച്വൽസ് ഒന്നും അറിയില്ല. അതിലൊന്നും വലിയ കാര്യമുള്ളതായിട്ട് തോന്നിയിട്ടുമില്ല. എനിക്ക് എന്റെ രീതിയിലല്ലേ ജീവിക്കാൻ പറ്റൂ. അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിതാ ഇപ്പൊ തന്നെ ഇവിടുന്ന് മടങ്ങിപ്പോയേക്കാം. അയ്യോ എന്റെ മാഡം, അത് അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇത് കളരിക്കൽ കുടുംബത്തിന്റെ ഒരു രീതിയാ. ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയാ അത് അപ്പൊ തന്നെ പറയുക, പരിഹരിക്കുക, അത്രേ ഉള്ളൂ. അല്ല നിർമ്മല മാഡം, ഈ ഇടതും വലതും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പൊ മാഡം അമ്പലത്തിൽ പോയിട്ട് കൈ കൂപ്പുമ്പോ ഇടത്തെ കൈയും വലത്തെ കൈയും ഒരുമിച്ചല്ലേ ഉപയോഗിക്കാറ്? ഇത് ഏതെങ്കിലും ഒരു കൈ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് പറയുവോ? ഇപ്പൊ ഒരു കാര്യത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് കൈയടിക്കണമെന്ന് തോന്നിയാ വലതും ഇടതും കൈ ഒരുമിച്ചല്ലേ നമ്മൾ അടിക്കുക. അല്ലാതെ നല്ല കാര്യാന്ന് വെച്ച് വലത് കൈ മാത്രം കൊട്ടിയാ ശബ്ദം വരുവോ? വിശ്വാസമൊക്കെ നല്ലതാ, പ്രത്യേകിച്ച് ഒരു തറവാടാവുമ്പോ. ഇപ്പൊ ഗാഥമാടം വന്നിരിക്കുന്നത് നമ്മോടൊന്ന് കൂട്ടുകൂടാൻ വേണ്ടി മാത്രമല്ലേ. കുടുംബത്തേക്ക് കയറി വരുമ്പോ വലത് കാല് വെച്ച് തന്നെ കയറി വരും. പിന്നെന്താ? എന്റെ സാറേ, ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാണ്ട് ഗാഥമാടത്തെ കൊണ്ട് അകത്തോട്ട് പോവും. ചെല്ല്. ഗാഥ വരൂ. തരുന്ന ശമ്പളത്തിന് മാണിക്കുഞ്ഞ് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലോ വേണ്ടത്. അല്ലാതെ തിന്നാൻ തരുന്നവരുടെ പ്ലേറ്റില് തുപ്പി വെക്കാൻ പറ്റൂ? അമ്മ ഇതൊന്നും കാര്യമാക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ അത്രയ്ക്ക് ശീലം കാണും. ഇതിപ്പോ നമ്മുടെ കുട്ടിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ കുട്ടിയാവട്ടെ, എല്ലാം നമുക്ക് പഠിപ്പിച്ചെടുക്കാം. നവീൻ സാറ് പറഞ്ഞ പോലെ സിത്താര ശ്രീനിവാസന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. സാറിൻ്റെയും ഗാഥമാടത്തിൻ്റെയും വിവാഹം ഞാൻ നടത്തും. എന്നിട്ട് വലതുകാല് വെച്ച് കയറേണ്ട സ്ഥാനത്ത് ഇടതുകാല് പകരം വെച്ച എന്താ ഇവിടെ നടക്കാന്ന് മാഡത്തിന് ഊഹിച്ചൂടെ? പ്രശ്നമായോ? ആ, പ്രശ്നം തുടങ്ങി. എല്ലാവരുടെ മുഖത്തും നീരസം ഉണ്ടായി. പക്ഷേ ആ മാണിക്കുഞ്ഞുണ്ടല്ലോ, നവീൻ സാറിന്റെ കൂടെയുള്ള വേതാളം, അയാൾ എന്തൊക്കെയോ പറഞ്ഞ് തൽക്കാലം പ്രശ്നങ്ങൾ ഒതുക്കി. പക്ഷേ തറവാട്ടുകാരുടെ മനസ്സില് ഗാഥ മാഡത്തെ കുറിച്ചൊരു ബ്ലാക്ക് മാർക്ക് വീണു കഴിഞ്ഞു. ഗുഡ്. സിനി അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അവർക്ക് നിഷേധമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അവളെ കൊണ്ട് ചെയ്യിക്കണം. ഒടുവിൽ അവിടുന്ന് പടിയിറങ്ങി വരുമ്പോ കളരിക്കൽ കുടുംബവുമായിട്ട് ഒരു ബന്ധവും വേണ്ടാന്ന് എന്റെ മകള് തന്നെ എന്നോട് പറയണം. അത് ഞാൻ നോക്കിക്കോളാം മാഡം. അതെ, ആ കുടുംബത്തിലുള്ളവർക്ക് സംശയമൊന്നും തോന്നരുത്. അതുപോലെ തന്നെ ഗാഥയ്ക്കും. അതിനുവേണ്ടി ട്രെയിനിങ് ഒക്കെ മാഡം എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഞാൻ തോൽക്കില്ല മാഡം. ഞാനങ്ങോട്ട് ചെല്ലട്ടെ.